ജൂലൈയിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്നു മുതൽ പെൻഷനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. അടുത്ത മാസം 3-നകം പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. അതേസമയം ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന UDFന്റെ വാഗ്ദാനം വൈകാതെ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്നു മുതൽ നടക്കുകയാണ്. പെൻഷനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. 51,11,908 പേരാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത്. ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി പ്രകാരം 8,46,456 പേർക്കും പെൻഷനുണ്ട്. അടുത്ത മാസം 3-നകം പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. അതേസമയം പെൻഷൻ കമ്പനിക്ക് വായ്പയ്ക്കായി മുൻ സർക്കാർ രൂപീകരിച്ച പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യം സഹകരണ വകുപ്പ് കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു. പെൻഷൻ മുടങ്ങാതിരിക്കാൻ 9% പലിശയിൽ 3000 കോടി സമാഹരിക്കലായിരുന്നു ലക്ഷ്യം. 1325 കോടിയാണ് സമാഹരിച്ചത്. സർക്കാരിൽ നിന്ന് തുക തിരികെ കിട്ടാൻ കാലതാമസമെന്ന സംഘങ്ങളുടെ പരാതിപ്പെടുകയും പുതിയ കൺസോഷ്യത്തിനുള്ള സാധ്യത UDF സർക്കാർ തേടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സഹകരണ വകുപ്പ് നടപടിയെടുത്തത്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കണമെന്ന UDFന്റെ വാഗ്ദാനം വൈകാതെ നടപ്പിലാക്കുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ക്ഷേമ പെൻഷൻ അർഹരായവരിലേക്ക് എത്തുന്നതിനായി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. LDF വാഗ്ദാനം പോലെ 10 വർഷം സമയമെടുത്തായിരിക്കില്ല പെൻഷൻ തുക ഉയർത്തുന്നത്. LDF 2500 രൂപ വാഗ്ദാനം ചെയ്തിട്ട് ആദ്യ 5 കൊല്ലം തീരാറായപ്പോൾ 1500 ഉള്ളതിനൊപ്പം 100 രൂപ കൂട്ടി. പിന്നീട് രണ്ടാം പിണറായി സർക്കാർ ഇറങ്ങാറായപ്പോഴത് 2000 രൂപയായി ഉയർത്തി. UDF സർക്കാർ അങ്ങനെ ചെയ്യില്ലെന്നും VD സതീശൻ പറഞ്ഞു. ക്ഷേമ പെൻഷൻ അർഹരായവരിലേക്ക് എത്തുന്നതിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പുതിയ സംവിധാനം സർക്കാർ ഗൗരവകരമായി തന്നെ പരിശോധിക്കുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ക്ഷേമ പെൻഷൻ പട്ടികയിൽ അനർഹരായവരുണ്ടെന്നും ഇത് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ലോസ് ആഞ്ചൽസിൽ താമസിക്കുന്ന ഒരാൾ തനിക്ക് പെൻഷൻ കിട്ടുന്നില്ലെന്ന് പരാതിപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി കാര്യം വ്യക്തമാക്കിയിരുന്നത്. അതേസമയം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഇടപെട്ടിരുന്നു. മകൻ വിദേശത്തുള്ളതിന്റെ പേരിൽ അമ്മയ്ക്ക് പെൻഷൻ നിഷേധിക്കുന്നത് ശരിയാണോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. എന്നാൽ അർഹരായ ആർക്കും പെൻഷൻ നഷ്ടപ്പെടരുത് എന്ന് മാത്രമായിരുന്നു സർക്കാർ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കൂടാതെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ വരെ ലഭിക്കും വിധമാണ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്നുമാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത്. AC വെച്ചതുകൊണ്ട് പെൻഷൻ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പരാതിയുമുണ്ട്. അത്തരത്തിൽ പെൻഷൻ മാനദണ്ഡങ്ങളിൽ പല പരാതികളും ഉയർന്നിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കപ്പെടുമെന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.